എന്താണ് സുബ്ഹാനല്ലാഹ്, മലപ്പുറത്തിലെ ചെറിയൊരു കുഗ്രാമത്തിലുള്ള നദീർ എന്ന ചെറുപ്പക്കാരനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പക്കാരൻ വാപ്പയും ഉമ്മയും നിങ്ങൾക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആരാണ് 7 വയസ്സ് പോലും ആയിട്ടില്ല, 5 വയസ്സുള്ള ചെറിയൊരു കുട്ടിയാണ്. ആ കുട്ടി സുബ്ഹാനല്ലാഹ് അവിടുന്ന് ആ പൊന്നുമോൻ ഉമ്മയും വാപ്പയും ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ അയക്കുകയില്ല. ഉമ്മാനോട് ഞാനൊരു 5 മിനിറ്റ് ആ തൊപ്പി ധരിച്ച കൂട്ടുകാരന്റെ കൂടെ നടക്കട്ടെ എന്നവിടുന്ന് ചോദിച്ചാൽ അവിടുന്ന് സമ്മതം കൊടുക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ വാപ്പാനോട് ചോദിച്ചാൽ വാപ്പയും സമ്മതം കൊടുക്കുകയില്ല. പക്ഷേ ഈ കുട്ടി 5 വയസ്സുള്ള കുട്ടിയല്ലേ, ആ കുട്ടിക്ക് വല്ലാത്ത പൂതിയുണ്ട്. തൊപ്പി ധരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ ആ കുട്ടിയുടെ കൂടെ പ്രവർത്തിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഈമാനുള്ളവരെ, നിങ്ങളുടെ കൽബിലൊന്ന് പിടിച്ചു വെക്കണം. ഇതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പൊന്നോൻ ഉപ്പാന്റെയും ഉമ്മാന്റെയും വീട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും വയറ് നിറക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് സാധനങ്ങൾ ചുമക്കാൻ വേണ്ടി കടയിൽ ചെന്ന് ആ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ചെല്ലും. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചെന്നു കടയിൽ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിവെച്ചു. അങ്ങനെ വാങ്ങിവെച്ചിട്ട് 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് സമയമുണ്ട്. അങ്ങനെ ഓടിച്ചെന്നു ആ നാട്ടിലെ മഹല്ലിലെ ഉസ്താദിനെ കണ്ടു. അങ്ങനെ പള്ളിയിലേക്ക് ചെന്ന് ഉസ്താദിനെ കണ്ടു. ഉസ്താദേ, ഞാൻ വല്ലതും പ്രവർത്തിക്കണോ? വല്ലാത്ത കൊതിയുണ്ട്. എന്റെ ഉപ്പയും ഉമ്മയും എന്നെ അതിന് അനുവദിക്കുകയില്ല. എന്റെ ഉപ്പയും ഉമ്മയും എന്നെ ഇതുവരെയായിട്ടും എന്നെ അനുവദിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് വല്ലാത്ത പൂതിയുണ്ട്. അവരുടെ വയറ് നിറക്കാൻ വേണ്ടി എനിക്ക് സമയം തന്നതിൽ ഒരു 10 മിനിറ്റ് എനിക്കൊരു സമയമുണ്ട്. ഞാൻ ചെറിയ പ്രവർത്തനം ഈ പള്ളിക്ക് വേണ്ടി ഞാൻ ചെയ്യട്ടെ. ഈ കുട്ടിയുടെ വലിപ്പം കണ്ടപ്പോ സുബ്ഹാനല്ലാഹ്, ഉസ്താദിന്റെ കൽബ് പൊട്ടിപ്പോയി. മോനെ, എടോ, നിനക്ക് സാധിക്കൂല, നീ ചെറിയൊരു കുട്ടിയാ, നിനക്ക് സാധിക്കുകയില്ല മോനെ എന്ന് പറഞ്ഞപ്പോ ഈ പൊന്നുമോൻ പൊട്ടിക്കരയാ. ഈ പൊന്നുമോൻ പൊട്ടിക്കരഞ്ഞു. ഉസ്താദെ, അങ്ങനെ പറയാൻ പാടില്ല, ഞാൻ ചെറിയൊരു പ്രവർത്തനം പ്രവർത്തിക്കണം. അങ്ങനെ ആ ഉസ്താദ് ഹൗദുൽ കരയുടെ ഒരു ഭാഗം കാണിച്ചെടുത്ത്, ചെറിയൊരു ചളിയുണ്ട്, അതിങ്ങനെ കാണിച്ചെടുത്ത്, മോനെ അതിനെ ഒന്ന് വെള്ളമെടുത്ത് അതിൽ ഒഴിച്ചിട്ട് ഇനി പോയാൽ മതി എന്ന് പറഞ്ഞു. ആ കുട്ടി അതുപോലെ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചിട്ട് അവിടുന്ന് ഇറങ്ങുമ്പോ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ തൊപ്പി ധരിച്ച ദീനിന്റെ ഹാദിമീങ്ങൾ അവിടെ കണ്ടു. പോസ്റ്റർ ഒട്ടിക്കുന്ന പ്രവർത്തകന്മാരെ കണ്ടപ്പോ ഓടിച്ചെന്ന്. ഒരു 5 മിനിറ്റ് കൂടിയുണ്ട്. നിങ്ങളൊക്കെ ചിന്തിക്കണം, എന്റെ കുട്ടികളെ, നിങ്ങൾ പ്രവർത്തിച്ചാൽ കിട്ടുന്ന ലാഭമാണ് ഞാൻ പറയുന്നത്. ഉമ്മമാരെ, എന്റെ വയലേക്കുന്ന ഉപ്പമാരെ, എന്റെ വയലേക്കുന്ന ആരൊക്കെയുണ്ടോ, നമ്മുടെ മക്കൾ ദീനിന് വേണ്ടി പ്രവർത്തിച്ചാലുള്ള നേട്ടമാണ്. ഞാനൊരു കുട്ടിയിൽ നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. ആ കുട്ടി അങ്ങനെ ഇറങ്ങി പ്രവർത്തകന്മാരെ കണ്ടപ്പോ, എനിക്ക് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കണം, ഒരു അവസരം തരുമോ? ഈ കുട്ടിയുടെ വലുപ്പം കണ്ടപ്പോ, മോനെ, എടാ, നിനക്ക് കഴിയൂല, നിനക്ക് പിന്നെ പ്രവർത്തിക്കാം. ഉടനെ തന്നെ ആ കുട്ടി, വേണ്ട, അങ്ങനെ പറയരുത്, എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു 5 മിനിറ്റാണ് ഇങ്ങനൊക്കെ അവസരം കിട്ടാറുള്ളത്, അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞപ്പോ ഈ പ്രവർത്തകന്മാരുടെ കണ്ണു നിറഞ്ഞു. അങ്ങനെ ചെന്നു. സുബ്ഹാനല്ലാഹ്, ആ കുട്ടിയുടെ കയ്യിലുള്ള പോസ്റ്റർ കൊടുത്തു. അത് കൊടുത്തിട്ട് അങ്ങനെ മോനോട് പറഞ്ഞു, ഇത് കുടിച്ചാൽ മതി, ഞങ്ങൾ ചോദിക്കുമ്പോൾ എടുത്തു തന്നാൽ മതി. സുബ്ഹാനല്ലാഹ്, ആ കുട്ടി അതുപോലെ ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് അത് ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ആ പൊന്നുമോൻ ഓടിച്ചെന്നു. ഉപ്പാന്റെയും ഉമ്മാന്റെയും പെങ്ങളുടെയും എല്ലാവരുടെയും വയറ് നിറക്കാൻ വാങ്ങിവെച്ച സാധനം ചുമന്ന് വീട്ടിലേക്ക് ചെന്ന് ഉമ്മാന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. ഞാനതല്ല പറയുന്നത്. 5 ദിവസം കഴിഞ്ഞപ്പോ ഈ SSF ഈ കുട്ടി, ഈ പൊന്നുമോൻ അവിടെ വിട പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആ വിവരം അറിഞ്ഞപാടെ ഈ തൊപ്പി ധരിച്ച SSFന്റെ പ്രവർത്തകന്മാർ, ദീനിന്റെ ഹാദിമീങ്ങൾ 50-60ഓളം പ്രവർത്തകന്മാർ ഈ കുട്ടി മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഓടി വന്നു. ഞങ്ങളെ കൂടെ നിന്ന കുട്ടിയാണല്ലോ, അത് മാത്രമാണോ,
ഈ ഉപ്പയും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ പ്രവർത്തകന്മാർ ചെന്ന് അവരെല്ലാവരും ഓടുത്ത് ഒരു ഭാഗത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഖത്മുകൾ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആയിരക്കണക്കിന് തലപ്പാവുകൾ ധരിച്ച തങ്ങൾ പാപ്പാന പോലോത്ത അതേ വലിയ വലിയ സാദാസ്യങ്ങൾ ആ കുട്ടിയുടെ ജനാസ നമസ്കരിക്കാൻ എല്ലാവരും വരുന്നുണ്ട്. ആയിരക്കണക്കിന് തലപ്പാവ് ധരിച്ച ആലിമീങ്ങളാണ്, സാദാത്യങ്ങളാണ്. എത്രത്തോളം മുത്തഅല്ലിമീങ്ങളാണ് ആ കുട്ടിയുടെ ജനാസ നമസ്കരിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ വന്നു. അവരെല്ലാവരും ഇങ്ങനെ ദുആരിക്കുമ്പോ ഈ ഉമ്മ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഉമ്മ കണ്ടപ്പോ ഈ ഉമ്മ സുബ്ഹാനല്ലാഹ്, പള്ളിയിലത്തെ ഉസ്താദ് വന്നപ്പോ ചോദിച്ചു, എന്താണ് ഈ കാഴ്ച? സുബ്ഹാനല്ലാഹ്, എന്റെ മോനെ ഞാൻ ദീനിന് വേണ്ടി പറഞ്ഞു വിടാറില്ലല്ലോ. എന്റെ കുട്ടിയെ ഞാൻ ദീനിന്റെ ഖാദിമീങ്ങളുടെ കൂടെ പോകണമെന്ന് ആഗ്രഹിച്ചപ്പോ ഞാനതിന് സമ്മതിക്കാറില്ലല്ലോ. എന്താണ് ഇത്രത്തോളം വലിയ സവാബ് കിട്ടാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ ആ ഉസ്താദ് ഉമ്മ ആ ഉപ്പയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നൊരു വാചകമുണ്ട്, ഉപ്പാ, നിങ്ങളുടെ വയറ് നിറക്കാൻ വേണ്ടി 5 മിനിറ്റ് നിങ്ങളുടെ വയറ് നിറക്കാൻ വേണ്ടി നിങ്ങൾ കടയിലേക്ക് പറഞ്ഞു വിട്ടപ്പോ നിങ്ങളുടെ പൊന്നുമോ 5 മിനിറ്റ് ദീനിന് വേണ്ടി പ്രവർത്തിച്ച കുട്ടിയാണ്. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് സാദാത്യങ്ങളും ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളും വലിയ വലിയ നേതൃത്വങ്ങളും അതേ തൊപ്പി ധരിച്ച 100 കണക്കിന് പ്രവർത്തകന്മാർ ആ കുട്ടിയുടെ ചാരത്തേക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോ ഈ ഉമ്മയുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, ഈ ഉപ്പയും ആരുമില്ല ജനാസയുടെ അരികിൽ എല്ലാവരും ഒരു ഭാഗത്തിൽ ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. ഈ ഉമ്മ ഓടിച്ചെന്ന് പൊന്നുമോന്റെ കവിൾത്തടത്ത് ചുംബനം കൊടുത്ത്, മോനെ എടാ, നീ പൊരുത്തപ്പെട്ടു തരണം. എനിക്കറിയില്ല, ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഫലം ഞങ്ങൾക്കറിയില്ല. മോനെ, ആഖിറത്തിൽ വെച്ചിട്ട് നീ എന്നെ നീ ശകാരിക്കരുതെന്ന് പറഞ്ഞുവെങ്കിൽ, ഇതാണ് ഈമാനുള്ളവരെ, നമ്മുടെ കുട്ടികളെ ദീനിന്റെ ഖാദിമീങ്ങളാക്കാൻ, നമ്മുടെ കുട്ടികളെ ദീനിന്റെ ഖാദിമീങ്ങളാക്കിയാൽ കിട്ടാനുള്ള നേട്ടം ഇതാണ് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് കഴിഞ്ഞോ, ആ കുട്ടിയെ ജനാസ ചുമന്ന് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഈ തൊപ്പി ധരിച്ച കുട്ടികൾ അവിടെ നിന്ന് വരുന്നില്ല. 50 ദിവസം പള്ളിക്കാട്ടിൽ നിന്നിങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. കുട്ടികളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, എന്റെ കൂട്ടുകാരനാ, ഞങ്ങൾ അത്ര വയസ്സൊന്നുമില്ലെങ്കിലും ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചൊരു കുട്ടിയാ, SSFന് വേണ്ടി ചെറിയൊരു പ്രവർത്തനം പ്രവർത്തിച്ച കുട്ടിയാ. അതുകൊണ്ടാണ് ഞങ്ങൾ 50 ദിവസം ഇവിടെ ഖുർആൻ ഓതാൻ തീരുമാനിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഖബറാളിയുടെ അരികിൽ 50 ദിവസം ഖുർആൻ ഇങ്ങനെ നിരന്തരം ഓതിക്കൊണ്ടിരുന്നാൽ അവൻക്ക് ശിക്ഷയുണ്ടാകുകയില്ല. ഇതുകൊണ്ടാണ് എന്റെ ഉമ്മമാരെ, വഅലേക്കുന്ന ഉപ്പമാരെ, എന്റെ വഅലേക്കുന്ന പ്രവാസികളെ, എന്റെ ചെറുപ്പക്കാരെ, നമ്മുടെ കുട്ടികൾക്ക് ഇൽമ പഠിപ്പിക്കണം. അതിനുള്ള എല്ലാ മാർഗങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കണം.